ആമ്പിള്ളേരൊന്നും നമ്മളിങ്ങനെ മലയാള സിനിമകളൊന്നും കാണാതെ ബാക്കിയുള്ള ഭാഷ എസ്പെഷ്യലി ഒരു വെസ്റ്റേൺ മൂവീസിലേക്കൊക്കെ തിരിയുന്ന മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി എല്ലാ ഭാഷയും ഇവര് രണ്ടുപേരും വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ രാവിലെ ശനി ഞായർ എല്ലാം തിയേറ്ററുകളിലാണ്. ഇനി കണ്ടു തീർന്നാല് ഒന്നും കൂടെ കാണും. ഇവര് രണ്ടുപേരും എല്ലാ തിയേറ്ററുകാർക്കും അറിയാം. അങ്ങനെ ഭാഷകളൊക്കെ അമ്മയ്ക്ക് സിനിമ അമ്മ ആദ്യമായിട്ട് കൊച്ചി വരുമ്പോ അമ്മയ്ക്ക് ഷീ ഡസൻ ഹാവ് എനിത്തിങ് ടു ഡു. അപ്പൊ സിനിമയ്ക്ക് പോകും. അപ്പൊ കൊച്ചിയിൽ എന്നെയും കൊണ്ടു. ഞാൻ പിന്നെ തിയേറ്ററിൽ പോയി എനിക്ക് സെക്കൻഡ് ഹോം പോലെ തിയേറ്ററിൽ എല്ലാ ഭാഷകളും എല്ലാ സിനിമകളും. ഇനിയിപ്പോ ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടവും ഇല്ല ഇവര് കാണാത്ത. അയ്യോ ഇനിയിപ്പോ ഒരു ബുദ്ധിമുട്ടായില്ലേ വെള്ളിയാഴ്ച? അല്ല, ഒന്നും കൂടെ റിപ്പീറ്റ് അടിക്കും. ഇപ്പം ഒന്നും ഇല്ലാഞ്ഞിട്ട് പെൻഡിലെ നാളെ കൊണ്ട് 35th ഡേ ആണ്. നാളെ പെൻഡിലെ ലാസ്റ്റ് ഷോയ്ക്ക് പോയിരിക്കാം. ഒന്നും കൂടെ കാണും സിനിമ. ഒന്നുമില്ലെങ്കിൽ ഒന്നും കൂടെ കാണും. ഇതൊരു പ്രത്യേക അവസ്ഥയാണല്ലേ. അല്ല പോയില്ലെങ്കിൽ എന്തോ ലക്ഷം പോയില്ലല്ലോ. തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലേ? അമ്മയും മോനും മാത്രമല്ലേ ഉള്ളൂ, അച്ഛനെ വഴിക്ക് ഇല്ലാറില്ലല്ലോ. ഉണ്ണിനെ ഞാൻ എല്ലാ മൊത്തത്തിൽ കംഫർട്ടബിൾ ആക്കിയില്ലേ? ഇല്ല, ആക്കി അങ്ങനെ പറ. അല്ല അങ്ങനെ അല്ല ഉണ്ണി, നമുക്ക് ഉണ്ണിയുടെ റൂം ഒന്ന് കാണാൻ പോയാ. അയ്യോ ആ മുറിയുടെ ഡോർ വരെ കൊണ്ടുപോയാൽ മതി. അയ്യോ അതിന് വരെ പെടിച്ചായോ പാമ്പൊക്കെ കാണും. ഉണ്ണി ഇപ്രശ്നം ഫുള്ള് പോകാം. ഇത് ലോ മൊത്തം കാണും. എടാ നിങ്ങള് യോ മിസ്റ്റേക്കൺ ഗൈസ്, നിങ്ങളൊന്ന് നോക്കൂ. എത്ര വൃത്തിയായിട്ടാ വെച്ചേക്കുന്നത് നോക്കൂ. ഇപ്പൊ ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, ഈ മുറി ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പാക്കായിരുന്നു ഇവൻ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നേ ഇല്ല ടൈം എന്ന്. ഇതൊരു ക്ലാസിക് ടീനേജേഴ്സ് റൂമാണ്. ഇവൻ തന്നെ അതിന് ആ ഡയലോഗ് എനിക്ക് പറഞ്ഞു തന്നത് അല്ലേ? ആക്ച്വലി എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം എന്തായിരിക്കും ഈ മുറിയുടെ അകത്ത്? ക്യൂബോ? ഇത് ചെയ്യാൻ അറിയോ കറക്റ്റ് ആയിട്ട്? എനിക്ക് ഒന്ന് കറക്റ്റ് ചെയ്തേ. നമുക്ക് എത്ര സമയം എടുക്കും? എനിക്ക് സ്പീഡ് ഇത്തിരി സീനാണ്. ചുമ്മാ ബോറടിച്ചപ്പോ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി തുടങ്ങിയതാ. കാരണം ഞാൻ ഇത് പഠിച്ച സമയത്ത് ആർക്കും അറിയത്തില്ല ഇത് സോൾവ് ചെയ്യാൻ. പഠിച്ചു കഴിഞ്ഞപ്പോ എല്ലാവർക്കും അറിയാം എങ്ങനെ സോൾവ് ചെയ്യണം. പിന്നെ ഞാൻ എന്തിനത് പഠിച്ചു. അച്ഛൻ ചെയ്യുമെന്നൊക്കെ എന്നോട് കുറച്ചു നേരം മുന്നേ വീമ്പിളൊക്കെ ആയിരുന്നു. ചെയ്യൂടാ? ചെയ്യോ? ഡോട്ട് പാറ്റേൺ സാനിമാണ്. ആണോ? ഇത് എത്ര നേരം എടുത്ത് ഇതൊക്കെ പഠിച്ച്? ഇത് ഞാൻ ഒരു 3 ദിവസം എടുത്ത് പഠിക്കാൻ. ആണോ? ഏതായാലും വിജയ് ചേട്ടൻ നമ്മുടെ വാലാടി സിനിമയുടെ പ്രിവ്യൂ കാണാനായിട്ട് പോവാണ്. എനിക്ക് ഇവരോടൊക്കെ കുറെ കഥകൾ പറയാനുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇനി സമയമില്ല. നമ്മളൊരു ദിവസം വേറെ വരാം കേട്ടോ. പുതിയ അല്ല അങ്ങനെ പറയില്ലേ, അങ്ങനെ പറയില്ലേ, വേണ്ടെന്നൊക്കെ. വരണല്ലോ അല്ലേ? ഒരു പുതിയ സിനിമ ഉടൻ ഇറങ്ങാൻ പോകുന്ന അതിന്റെ എക്സൈറ്റ്മെന്റുകളിലാണോ, ടെൻഷനുകളിലാണോ, ഡിപ്രഷനിലാണോ, എന്താ അവസ്ഥ? ഈ സിനിമയ്ക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്.